ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി. അതും കൂന്തൽ വെച്ചിട്ട്. കൂന്തലിന് വേറൊരു പേര് കൂടി ഉണ്ടല്ലോ, കണവ. വളരെ രുചികരമായൊരു ബിരിയാണിയാണ്. കുട്ടികളൊക്കെ ബിരിയാണി എപ്പോഴും വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നമുക്ക് ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ കൂന്തൽ കിട്ടുകയാണെങ്കിൽ ബിരിയാണി വെച്ചിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടത്തരം ഒരു മീഡിയം വലിപ്പം കേട്ടോ. മീഡിയം വലിപ്പം പറഞ്ഞാൽ ഇതന്നെയാവും ഇതിൻ്റെ വലിപ്പം. 1/2 കിലോ കൂന്തൽ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വളരെ കനം കുറച്ച് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടാണ് ഞാനിത് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ കനം കുറച്ച് കാണാൻ നല്ല ഭംഗിയാണ്, ഇങ്ങനെ റിങ് പോലെ അരിഞ്ഞെടുത്താൽ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരണം. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം ഒരു 2-3 എണ്ണ മതി കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഒരു 15 എണ്ണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചത്, അതും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. പച്ചമുളകും ചേർക്കാം. ആദ്യം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 പച്ചമുളക് കേട്ടോ. ഞാൻ അതിൽ നല്ല എരിവുള്ള മുളകാണ്, 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മളെന്താ ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കാറ്. ഉപ്പിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് അടച്ച് വെക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 2 സെക്കൻഡ് നേരമായിട്ടോ ഒന്ന് അടച്ച് വെക്കുന്നത്. 2 സെക്കൻഡേ ഞാനിത് അടച്ച് വെക്കുന്നുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വാടി വരും. ഇനി നമ്മുടെ മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർക്കണം, എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് കുരുമുളക് പൊടി. നല്ല ഫ്രഷ് കുരുമുളക് പൊടിച്ചതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ, നല്ല എരിവുണ്ടാവേ. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി ഒരു സ്വല്പം ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നമ്മുടെ ഈ പൊടികളുണ്ടല്ലോ, ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരണം. ഈ പച്ചമണം മാറി വരുന്നത് വരെ ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാനിവിടെ ഒരു 3 എണ്ണമാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത ശേഷമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസ് തക്കാളിയാണ്. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒട്ടും ആവശ്യമില്ല കേട്ടോ. ഇനി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത്, അത് നമുക്കൊരു കൈപ്പിടി മതി. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടികളിലുള്ള മസാലയില ഈ തക്കാളി പിടിച്ചതിന് ശേഷം നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക. 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് മോതിരത്തിൻ്റെ റിങ് പോലെ നമ്മൾ അരിഞ്ഞെടുത്ത് നമ്മുടെ ഈ കൂന്തലുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആ തലയും നമുക്ക് എടുക്കാം. ക്ലീൻ ചെയ്തിട്ട് കളഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആ തലയും വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. കഴിക്കുന്നവർക്കത് കഴിക്കാം. ഞാൻ
ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് തല ഒഴിവാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇനി ഇത് മറ്റേത് എന്ത് ചെയ്യും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചല്ലേ ഉള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കാച്ചിട്ട് ഞാൻ രണ്ടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ഇതിലിങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് കൂന്തൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വാരി വെച്ചതില്ല, അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും, തക്കാളിയിൽ നിന്ന് ഇറങ്ങും, അങ്ങനെ ഇതിൽ വെള്ളം നിറയെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല വെള്ളത്തിൻ്റെ പോരായ്മ വരും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് അതിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെക്കാം. നമ്മുടെ കൂന്തൾ അവിടെ ഒരു 15 മിനിറ്റ് വേവാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കാം. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ എപ്പോഴും ബിരിയാണി വെക്കാറ്. കാരണം ഒരു വലിയ ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അത് ഇളക്കാൻ നേരത്ത് അതിൽ ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ ചോറ് വെക്കുന്ന അതേ സെയിം തന്നെ, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇത് നമ്മുടെ റേഷൻ അരിയാണ് കേട്ടോ, പച്ചരി. ആ ഒരു ഗ്ലാസ് കണ്ടില്ല, ആ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് പച്ചരി ആട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂന്തളൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? നോക്കൂ, നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. കൂന്തളിൻ്റെ ആ മസാലയുടെ ഒക്കെ ആ മണം ഉണ്ടല്ലോ, ഓ എന്താ മണം! നിങ്ങളിങ്ങനെ കൂന്തൾ കിട്ടിയാലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ബിരിയാണി. പുറത്തുനിന്ന് അരി വാങ്ങൊന്നും വേണ്ട, നമ്മുടെ റേഷൻ അരി പച്ചരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ധൈര്യമായിട്ട് വെച്ചോളൂ കേട്ടോ. ഞാനിവിടെ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിരിക്കട്ടോ. കൂന്തൾ വേവാനേ 15 മിനിറ്റ് വേണമല്ലോ, ഒരു 10 മിനിറ്റ് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. ഇനി നമ്മുടെ ഈ ബിരിയാണി അരി ഉണ്ടല്ലോ, അത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഇനി നമുക്കിത് വെള്ളം നന്നായി തിളച്ചു. ഞാനിതിലേക്ക് നെയ്യോ കറുവപ്പട്ടയോ ഏലക്കായ ഗ്രാമ്പോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുത്തു. അരി ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അങ്ങനെ അവിടെ കട്ടായിട്ട് കെടുക്കും. അത് അങ്ങനെ കെടുക്കാതിരിക്കാനായിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ അരി ചോറ് വെന്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക, കട്ട പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചോറ് ഇവിടെ വെന്ത് വന്നിട്ടാണ് ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 80% 85% അത്രേ വേവിക്കാനായിട്ട് പാടുള്ളേ. അങ്ങനെ വേവിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ റോസ്റ്റ് കിടുവാണ് കേട്ടോ, അതും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് ദം ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഒരു വട്ടച്ചെമ്പ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള വട്ടച്ചെമ്പെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ബിരിയാണി പോട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം. ഏതാ പാത്രമാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പരന്നതുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ അതിലേക്കൊരു അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മസാലയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ വട്ടപാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മീതെ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, റൈസൊന്നും ഒട്ടി പിടിച്ചിട്ടുമില്ല, കട്ട കുത്തിയിട്ടുമില്ല. നല്ല അടിപൊളി ചോറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ ഇരിക്കാനായിട്ട്. വീണ്ടും നമുക്ക് നമ്മുടെ കൂന്തളിൻ്റെ റോസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ചോറ് ഇതിൻ്റെ മീതേക്ക് കൊട്ടിക്കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ചോറ് ഞാനൊരു ഒരു 8 ആൾക്ക് കഴിക്കാനുള്ള അത്രയും ചോറേ ഉണ്ടാവുള്ളൂ. 4 ഗ്ലാസ് അല്ലേ, 1 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. അതിവിടെ രാവിലെയും വൈകുന്നേരം അല്ല ഉച്ചക്കും വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ആയിട്ട് മക്കൾ ഇങ്ങനെ കുറേശ്ശെ കഴിച്ചിട്ട് തീർത്തോളും. അപ്പോൾ അംഗങ്ങൾ കൂടുതലുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ. ഇതിങ്ങനെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് റെഡ് കളറും മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരു ഭംഗി കിട്ടാനായിട്ട്. ഈ അരി ചോറ് കാണാൻ നല്ല ഭംഗിയാണ്. മിക്സാക്കി കഴിഞ്ഞാൽ ചുവപ്പരി ചോറും മഞ്ഞച്ചോറും വെള്ളച്ചോറൊക്കെ കൂടി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് മീതേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ മസാലപ്പൊടി
ഗരം മസാലൻ്റെ പൊടി ഒരു നുള്ള്, അതുപോലെ കുരുമുളകിൻ്റെ പൊടി ഒരു നുള്ള് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ദം ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ബിരിയാണി ദമ്മിടാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നോക്ക്, ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി തുറന്നു. ഇനി ഞാനിത് വിളമ്പാൻ പോവാണ്. കണ്ടില്ലേ, വളരെ ടേസ്റ്റിയും കാണാൻ ഭംഗിയുള്ള ഒരു ബിരിയാണി കേട്ടോ. റേഷൻ്റെ പച്ചരി നിസ്സാരമാണെന്ന് കരുതി തള്ളിക്കളയല്ലേ. റേഷൻ്റെ പച്ചരി കഴുകുമ്പോൾ ഒരു 6-7 തവണ നന്നായിട്ട് കഴുകിയാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. പച്ചരി കൊണ്ട് നമുക്ക് ഏത് ബിരിയാണി വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.